ഹലോ ഗായ്സ്, നിങ്ങളൊരു വെബ് സീരീസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു 5 കിടിലൻ വെബ് സീരീസ് ഞാനിവിടെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ള സീരീസാണ് ഡാർക്ക്. ഡാർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കിളി പറത്തുന്ന ടൈം ട്രാവൽ ഡ്രാമ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സീരീസാണ്. ജർമ്മനിയിൽ ഒരു ചെറിയ ടൗണിൽ നിന്ന് 2 കുട്ടികളെ കാണാതാവുന്നു. ഇതിനെ തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് നമ്മുടെ ഡാർക്ക് സീരീസ് പറഞ്ഞു വെക്കുന്നത്. ഈ കാണാതായ ഒരു കുട്ടിയെ തിരഞ്ഞുകൊണ്ട് അവൻ്റെ സിസ്റ്ററിൻ്റെ കുറച്ച് ഫ്രണ്ട്സും പാടെ ആ ടൗണിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കേവിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അവർ ടൈം ട്രാവൽ എന്നുള്ള ഒരു മായാ ലോകത്തേക്കാണ് എത്തിപ്പെടുന്നത്. പിന്നീട് മുഴുവൻ നമ്മൾ പിടിച്ചെടുത്ത നേരത്തിലാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അടുത്തതെന്നുള്ള ക്യൂരിയോസിറ്റി നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്ന് ആലോചിക്കേണ്ടി വരും. ഇത് ജസ്റ്റ് ഒരു ടൈം ട്രാവൽ സീരീസ് മാത്രമല്ല, മറിച്ച് ആ ടൗണിൽ നടക്കുന്ന ക്രൈംസ്, അതുപോലെ തന്നെ ആ ടൗണിൽ ജീവിക്കുന്ന ഫാമിലീസിൻ്റെ ഇടയിൽ നടക്കുന്ന ക്രാഷസ്, അവിടെ ഇമോഷൻസ്, ഇതെല്ലാം സീരീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിളി പറത്തുന്ന തരത്തിലുള്ള ടൈം ട്രാവൽ സീരീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡാർക്ക് കണ്ടിരിക്കണം. മസ്റ്റ് വാച്ചബിളാണ്. നമ്മുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനത്ത് വരുന്ന സീരീസാണ് വൈക്കിങ്സ്. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന വൈക്കിംഗ് എന്നുള്ള ഒരു ഗോത്രത്തിൻ്റെ ചരിത്രം പറയുന്ന സീരീസാണിത്. നിങ്ങളൊരു ഹിസ്റ്റോറിക്കൽ സീരീസ് കാണാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾ വൈക്കിങ്സ് കണ്ടിരിക്കണം. വൈക്കിങ്സിലെ ലെജൻഡറി ക്യാരക്ടറിൽ റാഗ്നർ ലോത്ത്ബ്രോക്കും അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ഐവർ, ഉബേ, ബിയോണ് എന്നിവരുടെ ഒരു ചരിത്രം പറയുന്ന സീരീസാണ് വൈക്കിങ്സ്. വെറും ഒരു കർഷകൻ മാത്രമായിരുന്ന റാഗ്നർ എങ്ങനെയാണ് വൈക്കിങ്സ് എന്ന മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറിയതെന്നും ഇംഗ്ലണ്ട് പോലും ഭയപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്രൂരനായി മാറിയതെന്നും സീരീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. കടലിനപ്പുറത്ത് മറ്റൊരു ലോകമില്ല എന്ന് വിശ്വസിച്ചിരുന്ന വൈക്കിങ്സ് ജനതകളെ കടൽ കടത്തി ഇംഗ്ലണ്ട് വരെ എത്തിച്ചും അവിടെ അധിനിവേശം നടത്തി അവിടെയുള്ള രാജാക്കന്മാരുടെ പേടി സ്വപ്നവുമായി മാറിയ റാഗ്നർ ലോത്ത്ബ്രോക്കിൻ്റെയും അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളുടെയും അധിനിവേശവും യുദ്ധങ്ങളും അതുപോലെ തന്നെ വൈക്കിങ്സ് എന്നുള്ള ജനതയുടെ ക്രൂരമായിട്ടുള്ള ആചാര രീതികളും എടുത്തു കാട്ടുന്ന ഒരു സീരീസാണ് വൈക്കിങ്സ്. സോ ഹിസ്റ്റോറിക്കൽ സീരീസ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വൈക്കിങ്സ് കണ്ടിരിക്കണം. 3ാമത്തെ സീരീസാണ് ബ്രേക്കിംഗ് ബാഡ്. വാൾട്ടർ എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസർക്ക് പെട്ടെന്നൊരു ദിവസം ക്യാൻസർ വരികയും തുടർന്ന് അദ്ദേഹം അധികകാലം ജീവിച്ചിരിക്കില്ലെന്നും പെട്ടെന്ന് മരണപ്പെടുമെന്നും ഡോക്ടർമാർ വിധി എഴുതി. ഇതറിഞ്ഞ വോൾട്ടർ തൻ്റെ മരണശേഷം തൻ്റെ മകനും ഭാര്യയും സുഖമായി ജീവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനായി വാൾട്ടർ തൻ്റെ വിദ്യാർത്ഥിയും ഡ്രഗ് ഡീലറുമായിട്ടുള്ള ജെസിയെയും കൂട്ടിപ്പിടിച്ച് പുതിയ തരത്തിലുള്ള ലഹരി നിർമ്മിക്കുന്നതും അത് വിൽപ്പന നടത്തിയ ഒരു മാഫിയായി മാറുന്നതുമാണ് സീരീസ്. IMDb റേറ്റിൽ 1ാം സ്ഥാനത്ത് കിടക്കുന്ന സീരീസാണിത്. നിങ്ങൾ തീർച്ചയായും പോയി കണ്ടിരിക്കണം. നമ്മൾ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ള സീരീസാണ് ലോസ്റ്റ്. ഒരു പ്ലെയിൻ ക്രാഷ് ആയിട്ട് കുറച്ച് പേർ ഐലൻഡിൽ അകപ്പെടുന്നതും അവിടെ നിന്ന് അവർ സർവൈവ് ചെയ്യുന്നതുമാണ്. ലോസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സർവൈവൽ, ആക്ഷൻ, അഡ്വഞ്ചർ, മിസ്റ്ററി, ടൈം ട്രാവൽ എന്ന് പറയുന്ന എല്ലാ ജനറുകളും ഉൾപ്പെടുന്ന ഒരു സീരീസാണ് ലോസ്റ്റ്. ഇവർ അകപ്പെട്ട ഐലൻഡിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്നും അതുപോലെ തന്നെ ആ ഐലൻഡ് സേഫ് ആണെന്നുമായിരിക്കും ആദ്യം അവർ വിചാരിക്കുക. എന്നാൽ അവർക്ക് പോകെ മനസ്സിലാകും തങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ലെന്നും അതുപോലെ തന്നെ ആ ഐലൻഡിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് ജീവികളുണ്ടെന്നും. വെറും ഒരു സർവൈവൽ സീരീസ് മാത്രമല്ല ലോസ്റ്റ്, മറിച്ച് ഇതൊരു ഇമോഷണലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് കൂടിയാണ്. സീരീസ് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ഇത്രയും കാലം നമ്മളും അവരുടെ കൂടെ ഐലൻഡിൽ ജീവിച്ചിരുന്നു എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. നിങ്ങൾ ഇതുവരെ ലോസ്റ്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കണ്ടോളൂ. അത് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. മസ്റ്റ് വാച്ചബിളാണ്. ഫൈനലി നമ്മളെ ലിസ്റ്റിലുള്ള 1ാമത്തെ സീരീസാണ് ഗെയിം ഓഫ് ത്രോൺസ്. ഗെയിം ഓഫ് ത്രോൺസിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. വെസ്റ്ററോസ്റ്റ്, ഈസ്റ്റോസ്റ്റ് എന്ന് പറയുന്ന 2 ഭൂഖണ്ഡങ്ങളിൽ നടക്കുന്ന കഥയാണ് ഗെയിം ഓഫ് ത്രോൺസ്. ഈ വെസ്റ്ററോസ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ പ്രധാനമായും 7 രാജ്യങ്ങളാണുള്ളത്. ഈ 7 രാജ്യങ്ങളും ഭരിക്കുന്നത് അയൺ ത്രോൺ എന്ന് പറയുന്ന ഒരു സിംഹാസനത്തിലിരിക്കുന്ന രാജാവാണ്. ഈ അയൺ ത്രോണിന് വേണ്ടിയിട്ട് സ്റ്റാർക്ക്, ബരാത്തിയൻസ്, ലാനിസ്റ്റർ, ടർഗേറിയൻസ് എന്ന് പറയുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ് സീരീസിൽ പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ഇൻ ദി വേൾഡ് ഗെയിം ഓഫ് ത്രോൺസ്. സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ 7 രാജ്യങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും അതുപോലെ തന്നെ അയൺ ത്രോണിന് വേണ്ടിയുള്ള യുദ്ധങ്ങളും കൂടാതെ മനുഷ്യരെ കൊല്ലാൻ വരുന്ന നെറ്റ് കിങ് എന്ന് പറയുന്ന ഒരു അമാനുഷികനും. ഒരു ഫാൻറ്റസി സീരീസൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.